കേന്ദ്ര സർക്കാരിന്റെ വൈദ്യുതി നിയമ ഭേദഗതി ബിൽ പാർലമെന്റിൽ പാസാക്കുന്ന നീക്കത്തിനെതിരെ സംയുക്ത സംഘടന NCC OEE ജോലിയിൽ നിന്നും 2 മണിക്കൂർ വിട്ടുനിന്ന് പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി. CITU ദേശീയ സെക്രട്ടറി ദീപ കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. ആറ് തവണയായി ഏകദേശം പാർലമെന്റിൽ വൈദ്യുതി നിയമ ഭേദഗതി ബിൽ അവതരിപ്പിക്കാനായി BJP സർക്കാർ കിണഞ്ഞുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. 2025 കരട് കഴിഞ്ഞ വർഷം നമുക്ക് ലഭിച്ചു. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തി. കോവിഡ് കാലത്തിന്റെ ആ ഘട്ടത്തിൽ കർഷക സമരം തുടങ്ങിക്കൊണ്ടിരിക്കുന്ന ആ ഘട്ടത്തിൽ കാർഷിക ബില്ലുകളോടൊപ്പം കൃഷിക്കാർ തങ്ങളുടെ ആവശ്യമായി ഡിമാൻഡായി ഉയർത്തിയത് അതിലൊരു ഡിമാൻഡ് വൈദ്യുതി നിയമ ഭേദഗതി പാസ്സാക്കേണ്ട എന്നായിരുന്നു. അന്ന് ആ സമരത്തിന് മുമ്പിൽ ഭരണകൂടം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയ ഉറപ്പ് അദ്ദേഹത്തിന്റെ ഗവൺമെന്റും ഇന്ത്യയിലെ സാധാരണക്കാരായ വൈദ്യുതി ഭേദഗതി ബിൽ ലക്ഷ്യം വെക്കുന്നത് ക്രോസ് സബ്സിഡി ഇല്ലാതാക്കി ഗാർഹിക കൃഷി ഉപഭോക്താക്കൾ ഉയർന്ന വിലയ്ക്ക് വൈദ്യുതി വാങ്ങേണ്ട സാഹചര്യം വരും. സൗജന്യങ്ങൾ ഇല്ലാതാവും. സ്വകാര്യവൽക്കരണം, തൊഴിൽ സുരക്ഷ ഇല്ലാതാവും. KSEB WA ഡിവിഷൻ സെക്രട്ടറി രാജേന്ദ്രൻ V സ്വാഗതം പറഞ്ഞു. AITUC ജില്ലാ ഭാരവാഹി ശിവദാസൻ KP അധ്യക്ഷത വഹിച്ചു. CPIM ഏരിയ സെക്രട്ടറി മോഹനൻ P, KSEB CWA സംസ്ഥാന കമ്മിറ്റി അംഗം ജംഷീദ് അലി, പെൻഷനേഴ്സ് അംഗം മനോജ് K, രമേശ് ചേലേമ്പ്ര, സജിത് P, മാത്യു കാരാംവേലി എന്നിവർ സംസാരിച്ചു. SS Gold, Pure Gold. SS Group, നിലമ്പൂർ.